ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 13 ഡേ 12. അപ്പം ഇന്നും വിഷയം ജിസേൽ അനുമോൾ. ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം, നല്ല രീതിയിലുള്ളൊരു ക്യാറ്റ് ഫൈറ്റ് ഇന്ന് നടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ കോണ്ടന്റ് ഡിസ്കഷൻ പോയിന്റ് ഒക്കെ ഇവർ രണ്ടുപേരും തന്നെയാവും. ഇത്രയും ദിവസം അനീഷ് ഓടിച്ച ഷോ ഇപ്പോൾ അനുമോളും ജിസേലും കൂടി ഓടിക്കുകയാണ്. അവരെ ചുറ്റും ആളുകൾ പട്ടം കറങ്ങി നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട്സ് ഹാപ്പനിങ്. അപ്പോൾ രാവിലെ തന്നെ വിഷയങ്ങൾ തുടങ്ങുന്നത്, ആദ്യം പ്രേക്ഷകർ കൊടുത്ത പണി 6 മണിക്ക് രാവിലെ എണീപ്പിച്ചു വന്നു. ഹോട്ട്സ്റ്റാറിന്റെ പോളിൽ 6 മണിക്ക് നാട്ടുകാർ മറ്റേ അലാറം വെച്ചടുപ്പിച്ച് എല്ലാവരും എണീപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പണി രാവിലെ നാട്ടുകാർ കൊടുത്തു. പിന്നെ രാവിലെ തന്നെ അനീഷിലാണ് തുടക്കം. ആസ് യൂഷ്വൽ അനീഷിൽ തുടങ്ങി. കിച്ചണിൽ ബിന്നി ബാത്റൂം ടീമാണ്. ഇപ്പോൾ ചൂല് അനീഷ് പറഞ്ഞു അവിടെ ഇരിക്കുന്നുണ്ട്, കൊണ്ടുപോകാൻ പറഞ്ഞു. ബിന്നി കറക്റ്റ് അത് പോയിന്റ് പിടിച്ചു. ബാത്റൂം അടിച്ച് വരുന്ന ചൂലാണോ ഈ പറഞ്ഞ അടുക്കളയിൽ നിങ്ങൾ വൃത്തിയാക്കാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ട്, അത് ശരിക്കും മോശമാണല്ലേ? പക്ഷെ അത് അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് ആണോ അവരത് യൂസ് ചെയ്തത്? ഇനിയിപ്പോൾ അറിയാതെ യൂസ് ചെയ്തതാണോ അത് അടുക്കളയത്തെ ആണെന്ന് വെച്ച് യൂസ് അല്ല, ടീം ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ സാധനങ്ങൾ തരില്ലേ, അപ്പം തന്നെ പറയും. ഇപ്പോൾ കിച്ചൺ ടീം പറയും കിച്ചണിൽ അടിച്ചു വരേണ്ട ചൂല് ഇതാണെന്നും ബാത്റൂമിൽ അടിച്ചു വരേണ്ട ടീം അതാണെന്നുള്ളത്. പിന്നെ ഫ്ലോർ ടീമില്ലേ, അവർ ചൂല് കണ്ട അവർക്ക് മനസ്സിലാവും ചെയ്യും. രണ്ടും സെപ്പറേറ്റ് സാധനങ്ങളാണ്. അങ്ങനെയാണ് എല്ലാ സീസണിലും ഉണ്ടാവില്ല. ഈ സീസണിൽ എങ്ങനെയാണെന്ന് അറിയില്ല, ബട്ട് അതാണ് അതിൻ്റെ ഒരു പാറ്റേൺ. അതുകൊണ്ട് ആ 2 ചൂലും തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ അറിയണം. അല്ലെങ്കിൽ അങ്ങനെ മാറ്റി ചൂല് മാറ്റിയിട്ട് തന്നെയാണ്. ബാത്റൂം അടിച്ചു വരുന്ന ചൂല് ഒരിക്കലും അങ്ങോട്ട് കൊണ്ടുവരില്ല, കിച്ചൺ കൊണ്ടുവരാറില്ല. നമ്മളെ വീട്ടുകളിലൊക്കെ ആയാലും അങ്ങനെ തന്നെയല്ല. അപ്പോൾ അവര് ഞാൻ ലൈക്കുന്നത് ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ചൂല് എന്തിനും അടുക്കളയെ കൊണ്ടുവന്ന് വെച്ചാൽ അത് അയാൾ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇവള് തിരിച്ച് അതിനെ പിടിച്ച് കണ്ടന്റ് ഉണ്ടാക്കി. പിന്നെ ശരിക്കും അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. കാരണം പിന്നീട് ഇങ്ങനെ പദം എന്തൊക്കെ നിങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കുന്ന വെക്കുന്ന ഒരു കാര്യമില്ല. പിന്നെ എന്താണെങ്കിലും അതിന്റെ മുകളിൽ തുടങ്ങി. ബിന്നി അനീഷും കൂടിയും പരിപാടി തുടങ്ങി ജസ്റ്റ് ഒന്ന് അനുമോള് പാസ് ചെയ്തപ്പോൾ തന്നെ ജിസേല് സാധനം ഇട്ട് കൊടുത്തു. ജിസേല് ആ കള്ളത്തിൽ പോകണമെന്ന് പറഞ്ഞു. ആക്ച്വലി ജിസേല് പറയുന്നതിൽ ഒരു കാര്യം പറയട്ടെ. അപ്പം നമ്മൾ ലൈവില് കണ്ടാണ് ഒരു ഉപ്പൊക്കെ എടുത്തുകൊണ്ട് മുഖത്ത് തേക്കാൻ വേണ്ടി സ്ക്രബ് ഇടാനാന്ന് പറഞ്ഞിട്ട് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇല്ലല്ലോ, ഷുഗർ ഇല്ല, സോൾട്ടാണ് തേക്കുക. സോൾട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, ലിപ്സ്റ്റിക് ആക്കി തേക്കാൻ വേണ്ടിയിട്ട്, ബ്ലഷ് ആക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇപ്പോൾ അനുമോള് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടതാണ്. ജിസേൽ എന്ത് ചെയ്തിട്ടുണ്ട്, ടിൻറ്റും അതും ഇതും ഒക്കെ ആയിട്ട് ആര്യൻ്റെ കയ്യിൽ നിന്നും ആദിലാനോറയുടെ കയ്യിൽ നിന്നും നിവിൻ്റെ കയ്യിൽ നിന്നൊക്കെ അവരറിയാതെ അല്ലെങ്കിൽ അവരുടെ പെർമിഷൻ അല്ലാതെ എടുത്ത് വാരി തേച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. നിയമലംഘനമാണ്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഭക്ഷണ സാധനമല്ലേ, ഉപ്പാണെങ്കിലും ഉപ്പില്ലാത്ത ഭക്ഷണമല്ലല്ലോ. അതിന് അവര് പറയുന്ന കാരണം എന്താ അറിയോ, നമുക്ക് യൂസ് ചെയ്യാനാണ് തന്നത്, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് മണ്ടൻ വർത്താനാണ്. ശരിക്കും ഷാനവാസ് വരെ പറയേണ്ടത് ഇങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ, അനുമോളും പറയുന്നുണ്ട് യൂസ് ചെയ്യാനാണ് തന്നത്, അത് പക്ഷെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഏത് ഭക്ഷണ സാധനം ഒരിക്കലും ജിസേൽ ചെയ്ത പരിപാടി. അതെ, ഓൾറെഡി റേഷൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓൾറെഡി റേഷൻ പണിപ്പുരയിൽ പണിപ്പെട്ട് പണിയെടുത്തിട്ട് വേണം ഈ സാധനങ്ങൾ ഉണ്ടാക്കാൻ. അത് കിട്ടുന്ന ഇത്തിരി കിട്ടുന്നുള്ളൂ. അപ്പൊ ആ സമയത്ത് ഇവരത് ഇവരുടെ ബ്യൂട്ടി പരിപാടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ജിസേൽ ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ് ആര് ചെയ്തത്, അനുമോളും ബാക്കി ടീമും ചെയ്തത്. അവരവിടുന്ന് കിട്ടണ ഇതിൽ അനുമോളെ മാത്രം പറയുന്നില്ല, എല്ലാവരും ഇട്ടിട്ടുണ്ട്. ഈവൻ ജിസേലും ഇട്ടിട്ടുണ്ട്. ടൂത്ത് പേസ്റ്റ് വരെ ഇട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ജിസേലും അനുമോളും അടങ്ങുന്ന പെൺപടകളെ ലാലേട്ടനും ബിഗ് ബോസിന്റെ ടീമും എന്താണെങ്കിലും സാറ്റർഡേ സൺഡേ നോട്ട് ചെയ്തേക്കണം. വേറെ എന്തിനോടും ചെയ്തോട്ടെ, ഭക്ഷണം അവിടെ അത്രത്തോളം എന്താ പറയാ അത്രേ കിട്ടുന്നുള്ളൂ. സവാളയും ബീട്രൂട്ടും സാധനമൊക്കെ ഇത്രയല്ലേ കിട്ടുന്നുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ വീട്ടുകാർ നിവിനെ ആദ്യത്തെ ഒരാഴ്ച അഴിച്ചു വിട്ടത് കട്ട് തിന്നണേന്. ഇപ്പൊ എന്താ ഈ ലാസ്റ്റ് റേഷൻ കുറയും തോറും ഇപ്പൊ അവർക്ക് വിധം മാറി. നിവിന്റെ കട്ടെടുക്കലും നിവിന്റെ പരിപാടിയൊന്നും ആർക്കും എന്തായി പറ്റാതെ. അതിന്റെ ചെറിയൊരു ഉദാഹരണമാണ് ജയിൽ നോമിനേഷൻ. പക്ഷെ ബാക്കി എല്ലാ സീസണിലും ഈ കട്ടെടുക്കലൊക്കെ തുടങ്ങിയത് തീരെ ഫുഡ് കിട്ടാത്തൊരവസ്ഥക്ക് വരുന്ന സമയത്താണ്. ഇവര് അതൊക്കെ കണ്ടിട്ട് ഇപ്പൊ തുടക്കം തന്നെ കട്ടെടുത്ത് തുടങ്ങി. ഇതിന് കളവൊരു കോണ്ടന്റ് ആണ്, മനസ്സിലായി. കഴിഞ്ഞ ഞങ്ങളെ സീസണിലൊക്കെ കളവിന് കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്, പണിഷ്മെന്റ്സ് വന്നിട്ടുണ്ട്. കട്ടെടുത്തതിന് പണിഷ്മെന്റ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കട്ടെടുത്ത് കാണിച്ചിരുന്നു. കളവ് എന്റർടൈൻ ചെയ്തിരുന്നില്ല. ഇത് ലാലേട്ടൻ തന്നെ കളവല്ലേന്ന് വെച്ചപ്പോൾ നിവിൻ പറയും കളവല്ല ഞാൻ എടുത്തതാന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ ഓക്കെ എടുത്തതാന്ന് പറഞ്ഞു. അത് ശരിക്ക് ആരെങ്കിലും ഇപ്പോൾ ഈ ബിഗ് ബോസ് ഷോ കാണുന്ന ആരെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ സീസണിൽ ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് പറയില്ല. പക്ഷേ അത് ലൈറ്റായിട്ട് കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും ഈ ഷോനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ലേ, അവർ ചോദിക്കുകയാണ് കളവിനെ പ്രൊമോട്ട് ചെയ്യാണോ ചോദിച്ചാൽ
ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ അവസ്ഥയാവും. ശരിക്കും അങ്ങനത്തെ ക്ലിപ്സ് ശരിക്കും ശനിയാഴ്ച കാണിക്കുന്നതാണ് എന്റെ റിക്വസ്റ്റ്. കാരണം എന്താ വെച്ചാല് നെവിൻ എടുത്തതാണെങ്കിലും അത് സീരിയസ് ആക്കിട്ട് കാണിക്കണം. അനുമോൾ എടുത്തു. കാരണം എന്താ പറയുക, ബാക്കി സീസണുകളെ പോലെയല്ല ഫുഡ് ഇവിടെ ലക്ഷറി അല്ല. ഓക്കെ, ഞങ്ങൾക്ക് ഫുഡും ഉണ്ടായിരുന്നു, അതിന് പുറമെ ലക്ഷറി ഫുഡും ഉണ്ടായിരുന്നു. എല്ലാ സീസണിലും അങ്ങനെ. പക്ഷേ ഈ സീസണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നും ലക്ഷറി അല്ല. ഡ്രസ്സ്, ഫുഡ്, കോസ്മെറ്റിക്സ്, ഈവൻ ഇരുന്ന ചെരുപ്പടക്കം അല്ലേ, ഒന്നും കിട്ടാത്തൊരവസ്ഥയിൽ ഒരിക്കലും ഈ പറഞ്ഞ പരിപാടികൾ ചെയ്യാൻ പാടില്ല. കട്ടെടുത്ത് തിന്നുന്നതും ചെയ്യാൻ പാടില്ല, ഇതെടുത്തൊരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ആക്കുന്നതും ചെയ്യാൻ പാടില്ല, അതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ ജിസൈലിന്റെ പോയിന്റ് എന്താണ്? ഓൺ പോയിന്റ് ആണ് ജിസൈൽ. ഞാൻ ചെയ്തത് തെറ്റാണ്, അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ചെയ്യുന്നത് മോശമാണ്. അത് വിചാരിച്ച് ബാക്കിയുള്ളവർ ചെയ്യുന്നത് മോശമല്ലേ? അതും തെറ്റല്ലേ? ജിസൈലിന്റെ പോയിന്റ് അവിടെ ക്ലിയർ ആയിരുന്നു. തെറ്റ് ഏത് രീതി ചെയ്താലും തെറ്റ് തന്നെ. ഇല്ല, അപ്പൊ എന്നെ കള്ളത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ്. അനുമോളോട് തെറ്റ് ചെയ്തു എന്ന് പറയാം നമുക്ക്. എങ്ങനെ മടിയിലൊക്കെ ഇരുത്തി അനുകുട്ടൻ ചെയ്തത് ചെറിയൊരു തെറ്റാണ് എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. അനുമോൾ ഇപ്പോഴും മറ്റേ ഫ്ലോറിലാണ്, ഏത് സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിലാണ്. അവിടെ പോയിട്ട് അവര് ആലോചിക്കുന്ന മാതിരി ഇവിടെ ചെന്ന് ഇവര് ചെയ്യുമോ? ഇവര് എടുത്തിട്ടടിക്കില്ലേ? അതെ. അല്ല, അനുമോളിന് ശരിക്കും പ്രശ്നം എന്താ വെച്ചാല് അനുമോളിനെ കള്ളി നില വിളിച്ചതിനേക്കാളും കൂടുതൽ അനുമോളിനെ അവിടെ ആരും സപ്പോർട്ട് ചെയ്യണില്ല. അല്ല, അവിടെ അക്ബറിനെയും മറ്റേ അക്ബർ എന്താണോ ശരി അതിന്റെ കൂടെ നിൽക്കണം. അതാണ് അവളെ ഏറ്റവും വലിയ പ്രശ്നം. കിട്ടില്ല. അതന്നെ നമ്മളെ മറ്റേ പ്രോഗ്രാമിലൊക്കെ ഉണ്ടാകുന്ന മാതിരി ഇവളങ്ങനെ കൊഞ്ചിച്ചും കളിപ്പിച്ചൊക്കെ ചെറിയ കുട്ടി എന്നൊക്കെ പറഞ്ഞു നിന്നാൽ അവളെ ഓക്കെയാണ്. ഇവളെന്താന്ന് പറയാ, സ്റ്റാർ മാജിക്കിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടില്ല, ബിഗ് ബോസിൽ എത്തിയിട്ടില്ല, ആ അവസ്ഥയിലാണ് ഇപ്പൊ. പിന്നെ അതേപോലെ മറ്റേ ക്യാപ്റ്റൻസി ടാസ്കിൽ പറയുമ്പോൾ ജിസേലിനും കൂടി പറഞ്ഞു, ശത്രുവിനെ പറയുകയും ചെയ്തു. അതാണ് ആ റിവെഞ്ച് ഗ്രഡ്ജ് ആലോചിച്ച് നോക്കുക. അതായത് ക്യാപ്റ്റൻസി ടാസ്കിലായ അല്ലെങ്കിൽ ക്യാപ്റ്റൻസി ഇതിലായി 3 പേര് വന്ന സമയത്ത് ഇവർ നോമിനേറ്റ് ചെയ്തത് ഒന്ന് ആര്യൻ, അഭിലാഷ്, പിന്നെ ജിസേൽ. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് കൃത്യമായി ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും എന്ത് ചെയ്യരുത്, നോമിനേഷൻ വരുന്ന സമയത്ത് ഈ ടാസ്കിൽ ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാൻ പോകുന്നവരെ നോമിനേറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പോലും അനുമോൾ എന്ത് ചെയ്തു? ആ വാശി മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? ഈ സാധനം പറഞ്ഞു. അവളെ കുറിച്ചുള്ള വാശി ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടാണ് അത് അറിയാതെ പറഞ്ഞത്. അതെ. അപ്പൊ അങ്ങനെ ഒരു സൈഡിൽ നിന്ന് പൊട്ടിത്തുടങ്ങി ജിസൈല് ഇവിടെയാണ് എക്സ്പീരിയൻസ് യൂസ് ചെയ്യുന്നത്. ജിസൈലിന്റെ പ്രൊവോക്കിംഗ് സ്കിൽസ് ഇവിടെയാണ് യൂസ് ചെയ്യുന്നത്. ജിസൈലിന് കൃത്യമായി മാനിപ്പുലേഷൻസ് അറിയാം, പോയിന്റുകൾ വെക്കാൻ അറിയാം. ആ എക്സ്പീരിയൻസ് അവർ യൂസ് ചെയ്തു. പ്രൊവോക്ക് ആവണത് നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ തിരിച്ചാക്കാൻ നന്നായിട്ട് അറിയാം. കുറച്ച് ലാംഗ്വേജ് സ്കില്ലും കൂടി ഉണ്ടെങ്കിലോ. അതെ, അനുമോളെ കയ്യിലൊരു വാളും കൂടി കിട്ടിയെങ്കിൽ കറക്റ്റ് അമ്മരുത്തുള്ള തുള്ളിന്ന്. അതെ. അപ്പൊ അങ്ങനെ ജിസയില് അനുമോള് മറ്റേ ചപ്പാത്തി കട്ടു അല്ലെങ്കിൽ ഈ സാധനങ്ങൾ ഭയങ്കരമായ ഹീറ്റഡ് ആർഗ്യുമെന്റ് ആണ് കേട്ടോ അവിടെ നടന്നത്. ഭയങ്കര ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ 1.5 ആർഗ്യുമെന്റ് ആണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതങ്ങനെ നടന്ന് അവിടെ ഒരു സൈഡിൽ ജിസയിൽ പോയിരുന്നു, അനുമോള് ചാടി നീച്ചു വന്നു. ആ ചെയ്തതൊന്നും എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരത് മിണ്ടാതെ വിട്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഫിസിക്കൽ അസോൾട്ട് അല്ലേ? അതെ, അതായത് ഇന്റൻഷനലി. മറ്റേത് 2 ആള് ഹീറ്റഡ് മൊമെന്റിൽ ഒരു സാധനം പറ്റിയുണ്ടാവും. കഴിഞ്ഞ കൊല്ലം സിജോ റോക്കി ഉണ്ടായത് എന്താ? ഒരു സെയിം കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ്. ഒരു ഫിസിക്കൽ, അതായത് പ്രൊവോക്കേഷൻ ചെയ്യാം, വെർബലി ചെയ്യാം. ഇതിങ്ങോട്ട് പോയിട്ട് ആ ജിസേലിനെ കൈയോട് പിടിച്ച് വലിച്ച് തട്ടി ഒരു റോബിനെ പുറത്താക്കിയത്. തൊട്ടിട്ടുള്ളൂ അപ്പോഴേക്കും പുറത്താക്കി. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ അത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം ഗെയിം ഒറ്റടിക്കില്ല ആക്കിയത് ബിഗ് ബോസ്. ശരിക്കും എന്താ അറിയോ, ഇത് എനിക്ക് തോന്നുന്നു ഓരോ, അത് മാത്രമല്ല ഓരോ സീസൺ ആകുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ ഇതിനൊരു ഇത് കുറവ് വരുന്നുണ്ട്. കുറച്ചൊക്കെ മേത്ത് കയറി തുടങ്ങിയിട്ടുണ്ട്. മേ ബി അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഇത് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയാണെങ്കിലും അനുമോള് ചെയ്ത പ്രവൃത്തി വളരെ മോശമാണ്. എന്നിട്ട് അനുമോള്, ഞാൻ പറയുന്നില്ല അനുമോളെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ അറിയോ. അനുമോള് ഇപ്പൊ ലൈവില് കണ്ടിട്ടുണ്ടായിരുന്നു. അനുമോൾ എന്ത് ചെയ്തു, മറ്റേ അപ്പാനി ശരത്തും ബാക്കി ടീംസൊക്കെ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അവിടെ പോയിന്നപ്പോ അവര് മൈൻഡ് ചെയ്തില്ല. ഇവള് മാങ്ങാന്ന് പറയുമ്പോ അവര് ചക്കാന്ന് പറയും. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്തു, പോയി കംപ്ലൈന്റ് ചെയ്യാം ബിഗ് ബോസിന് പോയിട്ട്. എന്നെ കളിയാക്കാണ്, എന്നെ മറ്റാക്കാണ്, മറിച്ചാക്കാണ്, ബിഗ് ബോസിന് പോയി കംപ്ലൈന്റ് ചെയ്യാം. എങ്ങനെയുണ്ട്? അതേപോലെ ഇവളെ വിചാരം എല്ലാരും കൂടെ അനുമോളെ താലോലിക്കാൻ വേണ്ടിട്ടാണ് ഒരു ഷോ വെച്ചത് തന്നെ. ബിഗ് അനുമോൾ താലോലിക്കൽ ഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുന്നൊക്കെ നമ്മള് വിചാരിച്ചത്. അമ്മ അച്ഛ എനിക്ക് വീട്ടിൽ പോകണമെന്നൊക്കെ അറിയാം. ഞാൻ ഇങ്ങനെ ഒന്നല്ല പ്രതീക്ഷിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മേനെയോ ആരൊക്കെ അപ്പുറത്തെ വീട്ടിനായിട്ട്. അല്ല, അത് വേറെ കാര്യമുണ്ട്. ഒരു ആദ്യ തുടക്കത്തിൽ ആ ദേഷ്യവും വൈരാഗ്യമായിട്ടാണ് തല്ലാൻ പോയത്. തല്ലി കയ്യിൽ നിന്ന് പോയപ്പോഴാണ് മനസ്സിലായത് ഇനി കരഞ്ഞിട്ടേ കാര്യമുള്ളൂ, കരഞ്ഞില്ലെങ്കിൽ പണി പാടും. കാരണം എന്താ, ഫിസിക്കൽ അസോൾട്ട് അല്ല കിട്ടി, ശ്രദ്ധ തിരിക്കും. അത് മറ്റവർക്ക് മനസ്സിലായി.
ജിസേലിന് മനസ്സിലായി, നിവിന് മനസ്സിലായി, അപ്പാനിക്ക് മനസ്സിലായി, ഓൾമോസ്റ്റ് ആളുള്ളവർക്ക് മനസ്സിലായി, അക്ബറിന് മനസ്സിലായി. പക്ഷെ അനുമോൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഇപ്പോഴും അനുമോൾ ആർട്ടിസ്റ്റ് ആയി കാണുന്ന കുറെ എണ്ണം ഉണ്ട് അതിനകത്ത്. ശൈത്യ, ബിൻസി, ഈവൻ ആദില നോറയാണെങ്കിൽ പോലും അവരിപ്പോഴും അയ്യോ മറ്റേ അനുമോൾ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്കാ കാണണേ ഒന്നുണ്ട്. അവര് പോയിട്ട് എന്ത് ചെയ്തു, ആ രീതി തന്നെ അനുമോളെ കാണുന്നത്. അതെ, അതിന്റെ ഏറ്റവും നല്ല ഇപ്പൊ എന്താ വെച്ചാൽ ഒരു ആർട്ടിസ്റ്റിന് മാത്രമേ പറ്റുണ്ടാവുള്ളൂ. എനിക്കറിയില്ല, കാരണം ആക്ടിങ് ഒക്കെ ആയതുകൊണ്ട്. കാരണം കണ്ണിന്ന് വെള്ളം വരാതൊക്കെ അറിയാന്നൊക്കെ പറഞ്ഞത് വലിയ സ്കിൽ തന്നെയാണ്. അത് അംഗീകരിച്ചു കൊടുക്കാനാണ് ഭയങ്കരമാണ്. അല്ല എന്റെ ചപ്പാത്തികളിൽ ആക്കും പുറത്ത് പേര് വിട്ടുകൊടുത്തു നാട്ടുകാർക്ക്. ഞാൻ എന്തായാലും ടൈറ്റിൽ അതാണ്, ചപ്പാത്തികളിൽ ഇന്ന് വിളിക്കുമെന്നൊക്കെ പുറത്തിറങ്ങുമ്പോ. അല്ല എന്തായാലും വിളിക്കും, ഞങ്ങൾ ടൈറ്റിൽ അതാ, ചപ്പാത്തികളി അനുമോൾ. അനുമോൾ അടിണ്ടാക്കി ചെന്നപ്പോ അക്ബർ ശരത്തിന്റെ കൈ പിടിച്ചിട്ട് പൊണ്ട പൊണ്ട കൈ പിടിച്ചിരിക്കുക. അയ്യോ അവസ്ഥ തന്നെയാണ്. അതൊക്കെയാണ് അനുമോളിനെ പൊള്ളുന്നത്. ആരും സഹായിക്കുന്നില്ല. അല്ല അപ്പ എന്താവും, അപ്പൊ ആണുങ്ങളെ മൊണ്ണേക്കാണ്, അപ്പ അനുമോൾ ആണുങ്ങളെ മൊണ്ണേക്കും. ആരും ഇടപെടണില്ല. അതെ, അപ്പൊ എന്താ പിന്നെ ഇടപെടുന്നവരത് നമ്മൾ കാണും ചെയ്തല്ലോ. അവിടെ നിന്ന് അനുമോളെ നീ ചെയ്തത് ശരിയാണ്, തല കുത്തനം മറിഞ്ഞ് കരയണം, അതിന് മാത്രം വിഷമിച്ചിട്ടുണ്ട്. ബിൻസി അവിടെയൊക്കെ പറഞ്ഞത്, ബിൻസി ഇപ്പഴത്തെ നേരെ വന്നിട്ട് എന്താണ് അല്ല അത് വളരെ മോശമാണ് ബിൻസി ഒക്കെ ചെയ്തത്. കാരണം കലാഭവൻ സരികേന അവർക്ക് എന്ത്, ഇവള് കരഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് എന്തേണ്ട ആവശ്യമില്ല, ജയിലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി അത് വന്നില്ല കരച്ചിലും. ഓൾറെഡി പോയിട്ട് ഒരു മെച്ചം അതിന് വന്നിട്ടില്ല. അപ്പൊ പിന്നെ വീണ്ടും വിടുന്നത് നല്ല തന്നെയാണ്. ഒരു ആവശ്യം ഉണ്ടായില്ല, ചുമ്മാ പോയിട്ട് അത് മാറ്റിയും പറഞ്ഞു, അതും പൊളിഞ്ഞ്. അക്ബറും ടീമും അതും പൊളിച്ചു കൊടുത്തു. അവർക്ക് എത്ര വിഷമം ഉണ്ടായിരുന്നു. ഇന്നസെന്റ് മറ്റേ സിനിമയിൽ പോടാ പന്നി എന്ന് പറഞ്ഞാല് ഞാൻ വളരെ സ്നേഹത്തോടെ ചേച്ചി ജയിലിൽ പോ ചേച്ചി ഇങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഷാനവാസിന്റെ ക്യാപ്റ്റൻസി എടുത്ത് പറയാനുണ്ടോ അല്ലേ? നന്നായി ക്യാപ്റ്റൻസി, ആ ഏജിന്റെ പക്വതയൊക്കെ കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് മറ്റേ സുഡാപ്പിക്ക് കയറി വന്നാലും ആളൊക്കെയാണ്. കുറച്ചൊരു സദാചാരത്തിന്റെ ലെവല് മുകളിലാണെങ്കിലും ആളൊക്കെയാണ്. ഒരുപാട് കാര്യം 90% കാര്യങ്ങൾ ഓക്കെയാണ്. 90 അല്ല 95ഉം ആളൊക്കെയാണ്. അനുമോളിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അനുമോളിനെ കുറ്റം പറഞ്ഞപ്പോൾ അതും കൊണ്ടുപോകും. ക്യാപ്റ്റനും കൂടി നേരിട്ട് ഇത്രയൊക്കെ കരഞ്ഞു വെച്ചിട്ട് അനുമോളോട് പറഞ്ഞത് ഈ ചെയ്ത് തന്നെയാണ്. വേറൊരാളെ അല്ല അത് നമ്മള് കണ്ടിന്യൂസ്ലി അത് പറയുന്നുണ്ട്. അതായത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പരിപാടിയാണ്. ഞാൻ പറയാലോ, എനിക്ക് തോന്നുന്നത് മര്യാദയ്ക്ക് ഫെയർ ആയിട്ട് ബിഗ് ബോസ് ടീം ഈ വീക്കെൻഡിൽ ഈ ഇഷ്യൂ എടുത്ത് വർത്താനം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അപ്പർ ഹാൻഡ് കിട്ടുന്നത് ജിസേലിനാവും. പിന്നെ ജിസേലിന് ആകെ ഒരു ഫോൾട്ട് ഉള്ളത് എന്താ വെച്ചെങ്കിൽ ബിഗ് ബോസിന്റെ റൂൾസ് 2, 3, 4 വട്ടം തെറ്റിച്ചു എന്നുള്ളൊരു കാര്യം. അതില്ലെങ്കിൽ അല്ല വേറെ കാര്യമുണ്ട്. ഞാനപ്പോ ബിഗ് ബോസിന്റെ ടീമിനോട് ചോദ്യം ചോദിക്കുകയാണ്, ജിസേൽ ചെയ്യുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തനം, ജിസേലിന്റെ ചോദ്യത്തിന് ആരും ഉത്തരം കൊടുക്കണം? ബിഗ് ബോസിന്റെ ടീം ഉത്തരം കൊടുക്കണം. കാരണം ബിഗ് ബോസിന്റെ ടീം മേക്കപ്പ് ഇടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ മേക്കപ്പിന്റെ സാധനം കൊടുക്കാതിരുന്നത്. അതെ മേക്കപ്പ് അല്ലേ, അതെ. അപ്പൊ അതിനുള്ള ഉത്തരം കൊടുക്കാൻ പറ്റുമോ? ഞാൻ എന്റെ സാധനങ്ങളെ എടുത്തില്ല, ഞാൻ ആര്യന്റെ അറിയാതെ എടുത്തിട്ടുണ്ട്. അത് അവര് ലൂപ്പ് ഹോൾ നോക്കിയിട്ടാ കളിക്കില്ലേ? അതാ പറഞ്ഞത്, അതെന്റെ ഗെയിമാണ് പറയുന്നത്. ഗെയിമായിട്ട് തന്നെയാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഗെയിം മനസ്സിലാവാനാണെന്നുള്ളത് ക്യാപ്റ്റനോട് പറയണ്ടല്ലോ. അത് ആര്യനെ ചെയ്തില്ല, ഞാൻ ആര്യന്റെ തൊട്ട് മേല് ചെയ്തു. മിസ്റ്റേക്ക്. കാരണം എന്താ പറയാ, അവർക്ക് അവിടെ ന്യായീകരിക്കാം. അപ്പൊ കട്ടെടുത്താൽ വെക്കുമ്പോ നിവിന്റെ കളവ് നിങ്ങൾ തമാശയാക്കി എടുത്തില്ലേ, നിങ്ങളതൊരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഇടുന്നില്ലേ, ലാലേട്ടൻ വരുമ്പോ അത് കളവല്ല എന്ന് പറയുന്നില്ലേ, അപ്പൊ ഞാൻ കളവെന്ന് ചോദിക്കാം. ഇത് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത് ശരിക്കും ന്യായമല്ല. കാരണം പല ആൾക്കാർക്കും പല രീതിയിലുള്ള ന്യായങ്ങളല്ല. അതെ, ഇതിപ്പോ ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം, അനുമോൾക്ക് അവിടെ എവിടെയും കയറി തെരഞ്ഞു കണ്ടുപിടിക്കാനും ഡ്രസ്സിന് തപ്പാനും വെട്ടി തെരയാനും. അത് നമ്മള് ലൈവ് കണ്ടിട്ടില്ലേ? നമ്മള് ലൈവ് കണ്ടിട്ടില്ല അനുമോള് തപ്പി കിടക്കുന്നത്. നമ്മള് കണ്ടിട്ടില്ല അനുമോള് തപ്പി കിടക്കുന്നത്. അനുമോൾ എടുത്തതും കാണിക്കണം, ജിസേൽ എടുത്തതും കാണിക്കണം, ജിസേൽ എങ്ങനെ എടുത്തു എന്നുള്ളതും കാണിക്കണം. അപ്പൊ എന്താണെങ്കിൽ ആ വിഷയം അതങ്ങനെ പോയി. അതിനിടയിൽ ഒന്ന് പണിപ്പുര ടാസ്ക് വന്നു, അത് നന്നായിട്ട് ചെയ്തു അല്ലേ, നല്ല വൃത്തിക്ക്. ആദ്യം ആ 3000 പോയിന്റ്സിന്റെ പണിപ്പുര ടാസ്കിൽ അവർക്ക് സാധനങ്ങൾ കിട്ടി. അത് കഴിഞ്ഞിട്ട് അവർ 1500 ഫുൾ പോയിന്റ്സ് അവർ എടുത്തു കേട്ടോ. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും അത് നന്നായിട്ട് എന്ത് ചെയ്തു, ആ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് പറയാനുള്ളൊരു ഐറ്റം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ലൈവിൽ വന്നിട്ടുള്ള ഒരു സാധനമായിരുന്നു. നിങ്ങൾ ആരും ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഞാനിവിടെ വീഡിയോ പ്ലേ ചെയ്യാം. ആ വൃത്തീൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ കാര്യം പറഞ്ഞോണ്ടോ. ഞാൻ വൃത്തീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ ക്ലിപ്പ് പ്ലേ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇത് നോക്കി കഴിഞ്ഞുള്ളത് അതേപോലത്തെ ഒരു സാധനം. ഞാൻ ഇവിടെ സൈഡിൽ പ്ലേ ചെയ്യേണ്ട ശബ്ദമല്ല. നോക്കി ജിസേല് ഒറ്റ കുടി നോക്കിക്കൊള്ളു. നിവിനത് കയ്യിൽ വാക്കും. എന്തോ ഉപ്പ മുതല് നോക്കുകയാണ് കേട്ടോ. ചായക്കറ്റ് എന്നിട്ട് അതിൻ്റെ വിളിക്കാനുണ്ട്. ചായ ഉണ്ടാക്കുമ്പോൾ സ്പൂണില് ജിസേല് നല്ല കുടിക്കും.
കുടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ കൊല്ലൊക്കെ ഇതൊക്കെ വൻ സീനായിരുന്നു. കഴിഞ്ഞെല്ലാം പുറത്ത് ഓടി ഈ സാധനൊക്കെ. അതെ, വൃത്തിന്റെ സീന. അല്ല അപ്പൊ ബാത്റൂമിലെ ചൂല് പറഞ്ഞപ്പോ ജിസൈൽ ഈ കാണിക്കുന്നത് അല്ലേ, അതൊരു മോശം സാധനമാണ്. ഭയങ്കര വലിയ സീനാണ്. ആ, അതിനേക്കാൾ വലിയ സീനാണ്. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന്റെ ടീം ശരിക്കും ഇത് പ്ലേ ചെയ്ത് കാണിക്കണം. കാരണം അവിടെ ഒരു ഹൈജീൻ ഇഷ്യൂ ഉണ്ടോ എന്ന് എനിക്കും സംശയമുണ്ട്. കാരണം ലൈവിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും നമുക്ക് ഈച്ചാനെ കാണാം, എപ്പിസോഡിലും ചില സമയത്ത് ഈച്ചാനെ കാണാം നമുക്ക് വീടിനകത്ത്. അത് ഈ ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഇങ്ങേരില്ലേ നമ്മളെ സൽമാൻ ഖാൻ ചെയ്യുന്നുണ്ടില്ലേ, വൃത്തി ഉണ്ടോന്ന് ലാലേട്ടൻ ഒരു സീസൺ, ഏതെങ്കിലും ഒരു സീസണിൽ ഒന്ന് അല്ലേ, ഈ സീസൺ എസ്പെഷ്യലി ഒന്ന് കയറി നോക്കണം ലാലേട്ടൻ. ഒരു ബെഡ് കൃത്യം എത്ര സീസണിൽ മൂപ്പര് ചെയ്തിട്ടുണ്ട് മൂപ്പര്. കാരണം എന്താ പറയാ, വെസൽ ടീം മര്യാദക്കല്ല വെസൽ കഴുകണേന്ന് വരെ ഈ നിവിനാണ് വെസൽ ക്യാപ്റ്റൻ, അതുവരെ അവിടെ ചർച്ച കണക്കുണ്ട്. എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട് വൃത്തിന്റെ കാര്യത്തിൽ. ടോയ്ലറ്റ് ആണെങ്കിലും അടുക്കളയാണെങ്കിലും റൂമുകളാണെങ്കിലും. അല്ലടി ഈച്ച അതിനകത്തുണ്ട് എന്ന് പറയുമ്പോ ഞങ്ങളെ ഒരു സെയിം പാറ്റേൺ തന്നെ ആവുമല്ലോ ഇപ്പുറത്തും. വെള്ളിയാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച ലാലേന്റെ എപ്പിസോഡിന് മുമ്പ് ഇവര് ബ്ലൈൻഡ്സ് ഇട്ടിട്ട് ഫുള്ള് ക്ലീൻ ആക്കും, മൊത്തത്തിൽ വാക്കും അടിച്ച് ക്ലീൻ ആക്കും, ഓർഗനൈസ് ചെയ്യും എല്ലാ കാര്യങ്ങളും. ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് മിസ് പൊസിഷൻ ആയിട്ടുള്ള സാധനങ്ങൾ പൊസിഷനിൽ വെക്കും. എന്നിട്ടും അവിടെ ഈച്ചയും സാധനങ്ങളും വിഷയങ്ങളും ആണെന്നുണ്ടെങ്കിൽ അല്ലേ എന്തോ സീനുണ്ട്. എന്താണെങ്കിലും അതൊക്കെ ഞാൻ പറയട്ടെ, അതൊക്കെ ലാലേട്ടന് മാസാവാനും അതെ അതുണ്ടാവും. ഇല്ല മറന്നു പോകും ഒളിപ്പിച്ചിട്ട്, അങ്ങനത്തെ സീനുകളൊക്കെ ഉണ്ടാവൂലോ. അങ്ങനത്തെ സീൻ ഉണ്ടാവാതിരിക്കൊന്നുമില്ല. ഇപ്പൊ ബീട്രൂട്ടൊക്കെ ചിലപ്പോ 5-6 ഉണ്ടാവുള്ളൂ, അതില് ഒന്ന് ഫുള്ളൊക്കെ ആയിട്ടാണ് എടുത്ത് ഒളിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഒരാളുടെ എത്ര 3-4 പേര് എപ്പിസോഡ് പോവാൻ വേണ്ടിട്ടൊക്കെ കാണിക്കുന്ന സാധനങ്ങളായിരിക്കും എന്നുള്ളതാണ് എനിക്ക്. അതെ, തുടക്കത്തിൽ അനീഷ് മാത്രമേ കോണ്ടന്റ്. അപ്പൊ നിവിന്റെ ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ തമാശയായിട്ട് കള്ളത്തരം ഫോർമാറ്റിന് മാറ്റി. അത് പക്ഷെ ആര് കൃത്യമായി യൂസ് ചെയ്തു, ജിസേൽ യൂസ് ചെയ്തു. ജിസേലിന് പോയി പറയാം, ന്യായീകരിക്കാം ആ കാര്യം അവിടെ. എന്താണെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് മൈജീന്റെ സ്പോൺസർ ടാസ്ക് ആണ്. സ്പോൺസർ ടാസ്കില് മറ്റേ ഇവരുടെ ടീം നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. എ ടീം, അതായത് നമ്മളെ അക്ബർ, റന ഫാത്തിമ, സരിക അവരൊക്കെ ഉള്ള ടീം നന്നായിട്ട് പെർഫോം ചെയ്തു. അവരെല്ലാരും കളിച്ചു കേട്ടോ, എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവരാണ് കൃത്യമായിട്ട് അതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോയിന്റ്സ് ഒക്കെ പറഞ്ഞ് ചെയ്തത്. അതെ, അത് നന്നായി ചെയ്തിട്ടുണ്ട് അവര്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ പുഷ്പ വന്നത്. ജയിൽ നോമിനേഷൻ കഴിഞ്ഞ് നമ്മളെ പുഷ്പ ചേച്ചി രേണു ജയിലിലേക്ക് പുഷ്പ ചേച്ചി ജയിലിലാണ് കയറിയപ്പോ ഒന്ന് ഫയർ ആവാൻ നോക്കിയതാ. അപ്പൊ തന്നെ പസറടിച്ച് ഓടി കഴിക്കും, താഴെ വീണ ഫയറും കിട്ടും. അതോടെ പുഷ്പ ചേച്ചി കത്തി വരുന്നത് അപ്പൊ തന്നെ എങ്ങനെയെങ്കിലും രേണു കാണുന്നുണ്ടല്ലോ. സുധിച്ചേട്ടൻ മാത്രല്ല, കൽപ്പന ചേച്ചി, പ്രേം നസീറേട്ടൻ, അതെല്ലാരും ഉണ്ട്. എല്ലാരും പറഞ്ഞിരിക്കല്ലേ പുഷ്പേച്ചിന്റെ കളി കണ്ടിരിക്കുകയാണെന്നാ പറയുന്നത്. അതെ, അപ്പൊ അങ്ങനെ ആ ജയിൽ ഇനി എന്താ ഇപ്പൊ ലൈവില് കാണണം ജയിലിന്റെ അവസ്ഥ എന്താ. ആരപ്പ നിവിന്റെ ഒപ്പാണ് ജയിലില്, സൂപ്പർ ആയിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കിട്ടുന്ന അവസരമാണ് എന്താ അതിനുള്ള കാട്ടുന്നാവും. എവിടെ പുഷ്പ ചേച്ചി കൊഞ്ചു മാതിരി ചുരുണ്ട് കിടന്നുറങ്ങും ഉറപ്പാ. കാരണം വീണ് കയ്യും കാലും പോയിട്ടുണ്ട്. സരികയ്ക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത്. അല്ല, അതൊക്കെ ബിൻസി ചെയ്ത പരിപാടിയൊക്കെ വളരെ മോശം പരിപാടി. ഇന്നലെ രസം അറിയോ, അപ്പുറത്ത് അനുമോളടുത്ത് പോയി അനുമോക്ക് വിഷം വെച്ചു കൊടുത്ത് അനുമോള് പറയുന്നതും കേട്ട് ബാക്കിയുള്ളവരെയും കുറ്റം പറഞ്ഞ ശൈത്യ അപ്പുറത്ത് ബാക്കിൽ വന്നിരുന്ന് പറഞ്ഞ ഡയലോഗ് കേട്ടോ. അല്ലല്ല, തല്ലിത് മോശമായി പോയി. തല്ലിത് മോശമായി പോയി. അല്ല, ബാത്റൂമിൽ ഇവര് നിക്കുമ്പോ ആദിലും അനുമോളും നിന്ന സമയത്ത് ശൈത്യ കയറി വന്ന് പറഞ്ഞെന്തറിയോ, അവന്മാരെല്ലാരും കൂടി പറഞ്ഞിട്ടുണ്ടാക്കുന്നത് തല്ലി എന്നുള്ളത്. അമരത്തിലും അമ്മുക്കന്റെ പോലെ മക്കള് കരയണ്ട എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടേ പിന്നെ ഇപ്പുറത്തൊന്നും നേരം അല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ പറഞ്ഞെന്താ ബാത്റൂമിൽ ഒന്നും പറഞ്ഞെന്താ. ഇതാണ് പറഞ്ഞത്. ഏത് ഈ അവരെല്ലാരും കൂടി പറഞ്ഞിട്ടുണ്ടാക്കണു തല്ലി ഇത് എന്നുള്ളത്. അത് പറഞ്ഞ ശൈത്യനോട് അവിടെ ഇരിക്കുമ്പോ എല്ലാരും ചോദിച്ചു, നീ കണ്ടില്ലടി ചോദിച്ചപ്പോ ഞാൻ കണ്ടു. ശൈത്യ ഇപ്പൊ ഏതാ സാധനം ഒന്ന് ആലോചിച്ച് നോക്കണേ. അവിടുന്ന് മറ്റാള് പറയുന്നുണ്ടെന്നല്ലോ നമ്മൾ അതിലെന്ന് ഇല്ല തല്ലിയിട്ടില്ല. ശരിക്കും അത് അനുമോക്കാണ് ഇട്ട് കാണിച്ചു കൊടുക്കേണ്ടത്. ശൈത്യ ഈ പറഞ്ഞ സംഗതി ശരിക്കും അനുമോക്കാണ് അത് കാണിച്ചു കൊടുക്കേണ്ടത്. ശൈത്യ അമ്മാതിരി വെപ്പാണ് അനുമോക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്.
മറ്റേ അക്ബറും മറ്റേ ശരത്തും കൂടി പറഞ്ഞ രസത്തോട് പലരും പല തരത്തിലൂടെ ഡ്രാമ ഉണ്ടാക്കി കാണിച്ചു തരാണെന്നുണ്ട്. അനുമോള് കുറെ പറയുന്നുണ്ട്. അല്ല കുഴപ്പമില്ല. അതില് മറ്റേ ഇവള് ജിസേല് പറയണ വളരെ കറക്റ്റ്. എന്നെ വന്ന് തല്ലി എന്നിട്ട് അവിടെ നിന്ന് കരയുന്നുണ്ട്. അല്ലേ അത് കറക്റ്റ് അല്ലേ? അതെ കറക്റ്റ് ആണ്. കറക്റ്റ് സാധനല്ലേ? പക്ഷെ കുറെ പേര് ആരും മൈൻഡ് അടിക്കാൻ പോയില്ല. ആകെ കുറച്ച് പെണ്ണുങ്ങൾ മാത്രം മറ്റേ അതെന്താ അറിയോ, അവിടെ ഉള്ള ഈ ശൈത്യ എന്ന് പറഞ്ഞല്ലേ, ശൈത്യ, ബിൻസി, ആദില, നോറ, ഈ 4 ആക്കും അനുമോളോട് ആസ് ആൻ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു സാധനം ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അവരിപ്പോഴും ഒരു പാമ്പർ ചെയ്തൊരു സാധനത്തിന് മുകളിൽ അവരെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോളിലെ അനുമോൾക്ക് പുറത്ത് നല്ല ഹെവി സപ്പോർട്ട് ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ഉള്ള ആളും കൂടിയാണ്. അപ്പൊ പിന്നെ നമ്മള് കൂടെ വന്നാ നമുക്ക് ഇപ്പൊ നമ്മൾ തന്നെ ഒരു വീഡിയോ ഇടുമ്പോ, അയ്യോ നമ്മൾ തന്നെ അനുമോളെ കുറിച്ച് ഒരു വീഡിയോ ഇടുമ്പോ അനുമോളെ കാര്യം പറയുമ്പോ കമന്റ് ബോക്സ് ഫുള്ള് ഞാൻ കഴിഞ്ഞല്ലേ കളിച്ചത് ഇന്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അനുമോളെ കരച്ചിലുണ്ടപ്പോ മറ്റേ നാടൻ പാട്ടൊക്കെ മാതിരിയാണ്. ഇങ്ങനെ പടിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ കൊട്ടല് വേടം വരും ഏത് കുറഞ്ഞ അതേമാതിരി ഇരുന്നാണ് കരഞ്ഞോണ്ടിരുന്നത്. എന്റെ മക്കളെ ഞാൻ ഒരു കാര്യം വേട്ടെ, അതുണ്ട്. ഞാൻ ഇനിയും പറയും, നല്ലത് പറഞ്ഞാൽ നല്ലത് പറയും. എന്ത് തേങ്ങ കളിക്കുന്നത്, നല്ല കുലസ്ത്രീയാണ് അതിന്റെ ഉള്ളിൽ. അല്ല പിന്നെ നല്ല കുലക്കളി കളിക്കുന്നത്. പറയേണ്ട കാര്യങ്ങൾ പറയും. അതിനിപ്പോ ഞാൻ എന്തല്ലേ എന്ത് PR-ഉം ഇനി ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞ ഈ അനുമോളായിട്ട് ബിഗ് ബോസ് പോണതിന് മുന്നേ ഞാൻ സംസാരിച്ചപ്പോ ഇതേ അനുമോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിചാരിച്ച സ്കീമൊന്നും അല്ലത്. മനസ്സിലായോ? ഇത് നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര കുട്ടികളിയല്ല, പെടും, പെടാപ്പാട് പെടും. വേണോ ഇത് നിങ്ങൾ വിചാരിച്ച ഒരു ഐറ്റം അല്ല എന്ന് പറഞ്ഞപ്പോ എന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോ അവിടെ ഇന്ന് പറഞ്ഞ എന്താ? അല്ല മൂപ്പത്തി തന്നെ പറയണ്ടല്ലോ, നമ്മൾ എന്തിനാണ് പറയണത്? മൂപ്പത്തി വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് പറ്റിയ ഇവിടെ വന്നത്, ഞാൻ ഇവിടെ വന്നത്. പക്ഷെ എന്താ അറിയോ, എങ്ങനെയൊക്കെയാണ് ഇനി വേറൊരു കാര്യം പറയട്ടെ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത് റിയൽ ആണെന്നുള്ളത്. അവര് നല്ലൊരു ആക്ട്രസ്സാ. അവര് ചിലപ്പോ ഇത് കണ്ടന്റിന് വേണ്ടി, അതായത് അവർക്ക് മനസ്സിലായി അവിടുത്തെ ഏറ്റവും സ്ട്രോങ് ലേഡി ആരാ, ജിസേലാണ്. അപ്പൊ ജിസേലിനായിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കിയപ്പോ നോക്കി നിങ്ങള്, അനീഷ് സൈഡായി, അക്ബർ സൈഡായി, ഷാനവാസ് സൈഡായി, റന ഫാത്തിമ സൈഡായി, ബിന്നി സൈഡായി, അപ്പാനി സൈഡായി. കാരണം ആ ഇപ്പൊ ഒരു 2-3 ദിവസമായിട്ട് ഫുൾ എന്താ നടക്കണേ ഇവരാണ്. ഇനി ലാലേട്ടന്റെ സാറ്റർഡേ സൺഡേ ആരായിരിക്കും? ഇവർ തന്നെ ആയിരിക്കും. അതൊക്കെ ഒരു ഇവർക്ക് ഇപ്പൊ പ്ലസ് ആണ് ശരിക്കും. ആൾക്കാരുടെ ഇടയിൽ ഇവരെ പേര് നല്ല ഇപ്പൊ ചീത്ത പറയാനാണെങ്കിലും ലാലേട്ടൻ നീപ്പിച്ചെടുത്തല്ലേ. ഒരാഴ്ച പിന്നെ ജിസേലിന്റെ പിന്നാലെ നടക്കും. ഒരാഴ്ച ഫുള്ള് ഇതില്ല കണ്ടിട്ടുണ്ടായിരുന്നത്. അതെ, അല്ല അനീഷ് ഒന്ന് സോഫ്റ്റ് ആയിപ്പോ. കണ്ടങ്ങള് അനുമോള് കറിയുമ്പോ അവിടെ പോകുന്നുണ്ട്, ഇന്ന് സഹായിക്കാൻ വേണ്ടി പോയി നിൽക്കുന്നുണ്ട്. ജയിലിലെ ടാസ്കിലൊക്കെ ലാസ്റ്റ് എല്ലാരും പോയിട്ട് അനീഷിന്റെ ട്രാക്ക് പോയി വന്നിട്ട് ഇപ്പൊ രാവിലെ മറ്റേ ചായ ഉണ്ടാക്കാൻ നിൽക്കുമ്പോ മാത്രമാണ് ബോധം വരുന്നത്. അനീഷ് ആകെ പൊട്ടി വട്ടം മാറി ഇങ്ങനെ എന്തോ അറിയാതെ പറക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ ഗൈസിലെ, ഞങ്ങളും യാത്രയിലാണ്. ഞങ്ങളടുത്ത പരിപാടി ആവട്ടെ.